നിങ്ങൾ ഒരു സാധാരണ പുല്ലാവരുത്, എല്ലാവർക്കും ചവിട്ടി നടക്കാൻ. പകരം ശത്രുക്കൾ പോലും ഒന്ന് തൊടാൻ ഭയക്കുന്ന കനലാവുക. നിങ്ങളുടെ വിനയത്തെ ലോകം നിങ്ങളുടെ ദൗർബല്യമായി കാണുന്നുണ്ടോ? നിങ്ങൾ എല്ലാവരോടും കാണിക്കുന്ന ആ പാവത്തം അവർക്ക് നിങ്ങളെ അടിച്ചമർത്താനുള്ള ആയുധമാണോ? എങ്കിൽ ഓർക്കുക, ലോകം എപ്പോഴും തണൽ തേടുന്നത് പച്ചപ്പുള്ള മരങ്ങൾക്കിടയിലാണ്. പക്ഷേ ആരും തൊടാൻ ഭയക്കുന്നത് ആളിപ്പടരുന്ന ഒരു കനലിനെയാണ്. ആചാര്യ ചാണക്യൻ പറയുന്നു, കൂടുതൽ നിങ്ങളെ നിസ്സാരനായി കാണുന്നവർക്ക് മുന്നിൽ നിങ്ങളൊരു പുല്ലാവരുത്, നിങ്ങളെ തകർക്കാൻ വരുന്നവരുടെ കൈ പൊള്ളിക്കുന്ന ജ്വലിക്കുന്ന കനലായി മാറണം. എങ്ങനെയാണ് ഒരു സാധാരണക്കാരൻ ലോകം ഭയക്കുന്ന ആ കനലായി മാറുന്നത്? ആ രഹസ്യം ഇന്നത്തെ വീഡിയോയിൽ. ലോകം നിങ്ങളെ എങ്ങനെയാണ് കാണുന്നത്? ഒരു സാധാരണക്കാരനായിട്ടോ, അതോ ആർക്കും എപ്പോഴും ചവിട്ടി മെതിച്ച് കടന്നു പോകാൻ കഴിയുന്ന ഒരു പച്ചപ്പുല്ലായിട്ടോ? പലപ്പോഴും നമ്മൾ വിചാരിക്കും എല്ലാവരോടും വിനയത്തോടെയും പാവത്തമായും പെരുമാറുന്നതാണ് ഏറ്റവും വലിയ ഗുണമെന്ന്. എന്നാൽ ആചാര്യ ചാണക്യൻ പറയുന്നത് മറ്റൊന്നാണ്. ലോകം എപ്പോഴും ആഴ്ന്നിറങ്ങുന്നത് മൃദുവായ മണ്ണിലേക്കാണ്. ആരും തണൽ തേടുന്നത് പച്ചപ്പുള്ള മരങ്ങൾക്കിടയിലാണ്. പക്ഷേ ആരും ഒന്ന് തൊടാൻ പോലും ഭയപ്പെടുന്നത് ആളിപ്പടരുന്ന ഒരു കനലിനെയാണ്. സുഹൃത്തുക്കളെ, നിങ്ങളെ എല്ലാവരും നിസ്സാരമായി കാണുന്നുണ്ടോ? നിങ്ങൾ പറയുന്ന വാക്കുകൾക്ക് ആരും വില കൽപ്പിക്കുന്നില്ലേ? നിങ്ങളുടെ സാന്നിധ്യം പോലും ആരും ശ്രദ്ധിക്കുന്നില്ലേ? എങ്കിൽ ഓർക്കുക, നിങ്ങൾ ഒരു സാധാരണ പുല്ലാവരുത്, എല്ലാവർക്കും ചവിട്ടി നടക്കാൻ. പകരം നിങ്ങളെ തകർക്കാൻ വരുന്നവരുടെ കൈ പൊള്ളിക്കുന്ന, തൊടാൻ ഭയക്കുന്ന കനലായി മാറണം. ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് വെറുമൊരു മോട്ടിവേഷൻ അല്ല. 2000 വർഷങ്ങൾക്ക് മുൻപ് ചാണക്യൻ ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ അതിജീവന തന്ത്രമാണ്. നിങ്ങളെ ശത്രുക്കൾ ഭയപ്പെടണമെങ്കിൽ, ലോകം നിങ്ങളെ ബഹുമാനിക്കണമെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഒരു അഗ്നിയായി മാറേണ്ടത്? തൊടാൻ ഭയക്കുന്ന കനലാവുക എന്ന് ചാണക്യൻ പറയുമ്പോൾ അതിന്റെ ആഴത്തിലുള്ള അർത്ഥം എന്താണ്? അത് നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ പ്രാവർത്തികമാക്കാം? ഈ വീഡിയോ നിങ്ങളുടെ ചിന്താഗതിയെ മാറ്റാൻ പോവുകയാണ്. ഈ വീഡിയോയുടെ ആഴങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് ചാണക്യ തന്ത്രങ്ങളിലൂടെയും ബുദ്ധിപരമായ ജീവിത പാഠങ്ങളിലൂടെയും നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാണക്യ മലയാളം ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ കൂടി അമർത്തുക. കാരണം നിങ്ങളുടെ ഉള്ളിലെ ചാണക്യനെ ഉണർത്താനുള്ള പോരാട്ടത്തിലാണ് നമ്മൾ. നിങ്ങളുടെ ഒരു സബ്സ്ക്രിപ്ഷൻ ഞങ്ങൾക്ക് നൽകുന്ന കരുത്ത് ചെറുതല്ല. നമ്മൾ ജീവിക്കുന്ന ഈ ലോകം ഒരു യുദ്ധക്കളമാണ്. ഇവിടെ തോറ്റുകൊടുക്കാൻ ആർക്കും മനസ്സില്ല. പക്ഷെ ജയിക്കുന്നവർ ചുരുക്കം ചിലർ മാത്രമാണ്. എന്തുകൊണ്ടാണ് ആ ചിലർ മാത്രം ജയിക്കുന്നത്? കാരണം അവർക്ക് കനലായി മാറാൻ അറിയാം. ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പ്രധാനമായും 5 കാര്യങ്ങളാണ്. നിങ്ങളുടെ വ്യക്തിത്വത്തെ എങ്ങനെ ഒരു ആയുധമാക്കാം? ശത്രുക്കളുടെ മുൻപിൽ എങ്ങനെയാണ് അജയ്യനായി നിൽക്കേണ്ടത്? നിങ്ങളുടെ നിശബ്ദത എങ്ങനെയാണ് അവരെ ഭയപ്പെടുത്തേണ്ടത്? വിനയം എപ്പോൾ മാറ്റിവെക്കണം? ഭയത്തെ എങ്ങനെയാണ് നിങ്ങളെ സംരക്ഷിക്കുന്ന കവചമാക്കേണ്ടത്? വീഡിയോയുടെ അവസാനം വരെ ഒപ്പമുണ്ടാകുക. കാരണം ഈ വീഡിയോ കഴിയുമ്പോൾ നിങ്ങൾ പഴയ നിങ്ങളായിരിക്കില്ല, നിങ്ങൾ ഒരു കനലായി മാറിയിരിക്കും. പോയിന്റ് 1, നിശബ്ദതയിലെ ജ്വാല, ദ സൈലന്റ് ഫയർ. ആദ്യത്തെ പാഠം നിങ്ങളുടെ നിശബ്ദതയെ ഒരു ആയുധമാക്കുക എന്നതാണ്. ചാണക്യൻ പറയുന്നു, ഒരു പാമ്പിന് വിഷമില്ലെങ്കിൽ പോലും തനിക്ക് വിഷമുണ്ടെന്ന് അത് ലോകത്തെ തോന്നിപ്പിക്കണം. അതുപോലെയാണ് നിങ്ങളുടെ വ്യക്തിത്വവും. പലപ്പോഴും നമ്മൾ വിചാരിക്കും നമ്മളെ പരിഹസിക്കുന്നവർക്ക് ഉടൻ തന്നെ മറുപടി കൊടുക്കുന്നതാണ് ഹീറോയിസം എന്ന്. എന്നാൽ ചാണക്യതന്ത്രം പറയുന്നത് മറ്റൊന്നാണ്. നിങ്ങളൊരു കനലാവുക എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് പുകഞ്ഞ് എല്ലാവരെയും ശ്വാസം മുട്ടിക്കുക എന്നല്ല അർത്ഥം. മറിച്ച് ഉള്ളിൽ ആളിപ്പടരുന്ന ചൂട് പുറത്തു കാണിക്കാതെ സൂക്ഷിക്കുക എന്നാണ്. നിങ്ങൾ എന്തിനാണ് ചിന്തിക്കുന്നത്? നിങ്ങളുടെ അടുത്ത നീക്കം എന്താണ്? നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? ഇത് ലോകം അറിയരുത്. നിങ്ങൾ അമിതമായി സംസാരിക്കുമ്പോൾ, നിങ്ങളുടെ പ്ലാനുകൾ വിളിച്ചു പറയുമ്പോൾ നിങ്ങൾ ആ കനലിന് മുകളിൽ വെള്ളമൊഴിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ആവേശം പുകയായി മാറി ഇല്ലാതാകുന്നു. എന്നാൽ നിങ്ങൾ നിശബ്ദനായിരിക്കുമ്പോൾ ശത്രു ഭയപ്പെടും. അവർ ചിന്തിക്കും, ഇവൻ എന്താണ് ഒന്നും മിണ്ടാത്തത്? ഇവന്റെ ഉള്ളിൽ എന്താണ് നടക്കുന്നത്? ഈ അനിശ്ചിതത്വമാണ് നിങ്ങളെ ഒരു കനലാക്കി മാറ്റുന്നത്. തൊടാൻ വരുന്നവൻ ഒന്ന് പേടിക്കണം. ആ ഭയം നിങ്ങളുടെ നിശബ്ദതയിൽ നിന്നാണ് ഉണ്ടാകേണ്ടത്. സുഹൃത്തുക്കളെ, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളെ അപമാനിച്ച ഒരാൾക്ക് മുന്നിൽ നിങ്ങൾ തിരിച്ചു ബഹളം വെച്ചാൽ നിങ്ങൾ അയാളുടെ അതേ നിലവാരത്തിലേക്ക് താഴുകയാണ്. എന്നാൽ ഒന്നും മിണ്ടാതെ ഒരു പുഞ്ചിരിയോടെ അവിടെ നിന്ന് നടന്നു നീങ്ങുമ്പോൾ നിങ്ങൾ അയാളെ മാനസികമായി തകർക്കുകയാണ്. നിങ്ങളുടെ ആ നിശബ്ദത അയാളെ പൊള്ളിക്കും. അതൊരു കനലാണ്. ചന്ദ്രഗുപ്ത മൗര്യനെ ചാണക്യൻ പരിശീലിപ്പിക്കുമ്പോൾ ഒരു പാഠം പഠിപ്പിച്ചു. ശത്രുവിനെ കൊല്ലുന്നതിന് മുൻപ് അവന്റെ ആത്മവിശ്വാസത്തെ കൊല്ലുക. അത് സാധ്യമാകുന്നത് വാക്കുകൾ കൊണ്ടല്ല, നിങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ടാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ തളർത്താൻ നോക്കുന്നവരുടെ മുന്നിൽ ആവലാതിപ്പെടാനോ പരാതി പറയാനോ പോകരുത്. പകരം കഠിനാധ്വാനം കൊണ്ട് ഉള്ളിൽ ജ്വലിക്കുക. നിങ്ങളുടെ വിജയം ഒരു സ്ഫോടനം പോലെ ലോകമറിയുമ്പോൾ അന്ന് നിങ്ങളെ തൊടാൻ നോക്കിയവർക്ക് ആ ചൂടേറ്റ് പിൻവാങ്ങേണ്ടി വരും. ഓർക്കുക, പുകയുന്ന വിറകിനേക്കാൾ മൂല്യം ജ്വലിക്കുന്ന കനലിനാണ്. പുക കണ്ണു നിറയ്ക്കുകയുള്ളൂ, എന്നാൽ കനൽ ഇരുമ്പിനെ പോലും ഉരുക്കും. നിങ്ങൾ ഏതാകണം എന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. പോയിന്റ് 2, അമിതമായ വിനയം ആത്മഹത്യയാണ്. ആചാര്യ ചാണക്യൻ പറഞ്ഞിട്ടുള്ള വിശ്വപ്രസിദ്ധമായ ഒരു വാചകമുണ്ട്.
കാട്ടിൽ ചെന്ന് നോക്കിയാൽ നിങ്ങൾ ആദ്യം കാണുക വെട്ടിമാറ്റപ്പെട്ട നേരായ മരങ്ങളെയാണ്. എന്നാൽ വളഞ്ഞു പുളഞ്ഞു നിൽക്കുന്ന മരങ്ങൾ ആരും തൊടാതെ അവിടെ തന്നെ നിൽക്കുന്നുണ്ടാകും. എന്താണ് ഇതിന്റെ അർത്ഥം? നിങ്ങൾ അമിതമായി വിനയമുള്ളവനായാൽ, എല്ലാവരോടും ശരി എന്ന് മാത്രം പറയുന്നവനായാൽ, ഈ ലോകം നിങ്ങളെ ആദ്യം വെട്ടിമുറിക്കും. വിനയം ഒരു ഗുണമാണ്, പക്ഷേ അത് നിങ്ങളുടെ ദൗർബല്യമാകരുത്. പലരും വിചാരിക്കുന്നത് എല്ലാവരോടും വിട്ടുവീഴ്ച ചെയ്യുന്നതാണ് മാന്യത എന്നാണ്. എന്നാൽ ചാണക്യൻ പഠിപ്പിക്കുന്നത് അർഹിക്കാത്തവരോട് കാണിക്കുന്ന വിനയം നിങ്ങളെ തന്നെ നശിപ്പിക്കുമെന്നാണ്. ഒരു കനലിന് ചൂടുണ്ടെന്ന് ലോകത്തിന് അറിയാവുന്നത് കൊണ്ട് മാത്രമാണ് ആരും അതിനെ ചവിട്ടി മരിക്കാത്തത്. ആ ചൂട് നിങ്ങൾ കാണിക്കേണ്ടടുത്ത് കാണിക്കണം. സുഹൃത്തുക്കളെ, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ ജോലിസ്ഥലത്തോ സൗഹൃദങ്ങളിലോ കുടുംബത്തിലോ നിങ്ങൾ എപ്പോഴും എല്ലാവരെയും അനുസരിക്കുകയും സ്വന്തം ആഗ്രഹങ്ങൾ ബലികൊടുക്കുകയും ചെയ്യുന്ന ഒരാളാണോ? എങ്കിൽ നിങ്ങൾ ആ കാട്ടിലെ നേരായ മരമാണ്. എല്ലാവർക്കും നിങ്ങളെ ഉപയോഗിക്കാം, എല്ലാവർക്കും നിങ്ങളെ വെട്ടിമാറ്റാം. തൊടാൻ ഭയക്കുന്ന കനലാവുക എന്ന് പറഞ്ഞാൽ അർത്ഥം നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരിടം നിങ്ങൾ തന്നെ നിർമ്മിക്കണമെന്നാണ്. നിങ്ങളുടെ മൂല്യങ്ങളെ ആരെങ്കിലും ചോദ്യം ചെയ്യുമ്പോൾ, നിങ്ങളുടെ ആത്മാഭിമാനത്തെ ആരെങ്കിലും മുറിപ്പെടുത്തുമ്പോൾ അവിടെ വിനയം കാണിക്കരുത്. അവിടെ നിങ്ങൾ ജ്വലിക്കണം. നിങ്ങൾ നോ എന്ന് പറയേണ്ടിടത്ത് ഉറക്കെ നോ എന്ന് പറയാൻ പഠിക്കണം. ആ ഒരു വാക്ക് പറയുമ്പോൾ നിങ്ങളുടെ കണ്ണുകളിൽ ആത്മവിശ്വാസത്തിന്റെ ആ തിളക്കമുണ്ടാകണം. നിങ്ങളെ എതിർക്കാൻ വരുന്നവൻ ആ നോട്ടം കണ്ട് ഒന്ന് പതറണം. അതാണ് കനലിന്റെ ചൂട്. ചാണക്യൻ പറയുന്നു, പാമ്പിന് വിഷമില്ലെങ്കിലും അത് പത്തി വിടർത്തണം. എന്തിന്? ശത്രുവിനെ പേടിപ്പിക്കാൻ. അതുപോലെ നിങ്ങളുടെ ഉള്ളിൽ ആരെയും ഉപദ്രവിക്കണമെന്ന ലക്ഷ്യമില്ലെങ്കിൽ പോലും നിങ്ങളെ ഉപദ്രവിക്കാൻ വരുന്നവർക്ക് മുന്നിൽ നിങ്ങൾ കരുത്തനാണെന്ന് അവർക്ക് തോന്നണം. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരാളോട് നോ എന്ന് പറയാൻ പേടിച്ചിട്ടുണ്ടോ? അതിന്റെ പേരിൽ നിങ്ങൾ പിന്നീട് സങ്കടപ്പെട്ടിട്ടുണ്ടോ? എങ്കിൽ കമന്റ് ബോക്സിൽ യെസ് എന്ന് ടൈപ്പ് ചെയ്യൂ. നമുക്ക് നോക്കാം എത്ര പേർ ഈ വിനയത്തിന്റെ കെണിയിൽ അകപ്പെട്ടിട്ടുണ്ടെന്നോ. ഓർക്കുക, ഈ ലോകം കരുത്തന്മാരെ മാത്രമേ ബഹുമാനിക്കൂ. കനലായി നിൽക്കുന്നവനെ മാത്രമേ ലോകം ഭയപ്പെടൂ. വിനയം ആഭരണമാക്കുക, പക്ഷെ അതൊരു ചങ്ങലയാക്കി മാറ്റരുത്. പോയിന്റ് 3. അറിവെന്ന അജയ്യമായ ആയുധം. ചാണക്യൻ പറഞ്ഞിട്ടുള്ള ഏറ്റവും കരുത്തുറ്റ ഒരു സത്യമുണ്ട്. അറിവുള്ളവനെ ലോകം ഭയപ്പെടും, കാരണം അവനെ തോൽപ്പിക്കാൻ ആയുധങ്ങൾ പോരാ. സുഹൃത്തുക്കളെ, നിങ്ങളെ തൊടാൻ ഭയക്കുന്ന കനലാവുക എന്ന് പറഞ്ഞാൽ അത് വെറും ദേഷ്യം കൊണ്ടോ ശബ്ദമുയർത്തുന്നതുകൊണ്ടോ സാധ്യമാകുന്ന ഒന്നല്ല. ഒരു കനലിന് ചൂട് നൽകുന്നത് അതിനുള്ളിലെ ഊർജമാണ്. അതുപോലെ ഒരു മനുഷ്യന് സമൂഹത്തിൽ വിലയും പേടിയും ഉണ്ടാകണമെങ്കിൽ അവന്റെ ഉള്ളിൽ അറിവ് എന്ന ഊർജമുണ്ടാകണം. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ശാരീരികമായി കരുത്തുള്ള ഒരാളെ കീഴ്പ്പെടുത്താൻ അതിനേക്കാൾ കരുത്തുള്ള ഒരാൾക്ക് സാധിക്കും. എന്നാൽ ബുദ്ധി കൊണ്ടും അറിവുകൊണ്ടും കരുത്തനായ ഒരാളെ എങ്ങനെ തോൽപ്പിക്കും? അവിടെയാണ് ചാണക്യതന്ത്രത്തിന്റെ പ്രസക്തി. നിങ്ങളെ നിസ്സാരമായി കാണുന്നവർക്ക് മുന്നിൽ നിങ്ങൾ അറിവുകൊണ്ട് വളരുക. അവർ സംസാരിക്കുന്ന വിഷയങ്ങളിൽ അവരെക്കാൾ ആഴത്തിൽ നിങ്ങൾക്ക് അറിവുണ്ടെങ്കിൽ, അവർ എടുക്കുന്ന തീരുമാനങ്ങളിലെ പിഴവുകൾ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമെങ്കിൽ, അവിടെ നിങ്ങൾ ഒരു കനലായി മാറുകയാണ്. നിങ്ങളോട് തർക്കിക്കാൻ വരുന്നവൻ 10 തവണ ആലോചിക്കും. കാരണം നിങ്ങളുടെ അറിവിന് മുന്നിൽ താൻ നാണം കെട്ടു പോകുമെന്ന് അവന് ഭയമുണ്ടാകും. ഒരിക്കൽ ചാണക്യൻ നന്ദരാജവംശത്തെ തകർക്കാൻ തീരുമാനിച്ചപ്പോൾ അദ്ദേഹം ആദ്യം ചെയ്തത് സൈന്യത്തെ ശേഖരിക്കുകയല്ലായിരുന്നു. മറിച്ച് ശത്രുവിന്റെ ഓരോ നീക്കവും മുൻകൂട്ടി അറിയാനുള്ള ബുദ്ധിപരമായ നീക്കങ്ങളാണ് അദ്ദേഹം നടത്തിയത്. അദ്ദേഹം പറഞ്ഞു, ഒരു രാജാവിന്റെ ഏറ്റവും വലിയ കരുത്ത് അവന്റെ സൈന്യമല്ല, അവന്റെ മന്ത്രിമാരുടെ ബുദ്ധിയാണ്. നിങ്ങളുടെ ജീവിതത്തിലും ഇതുതന്നെയാണ് സംഭവിക്കേണ്ടത്. നിങ്ങൾ ജോലി ചെയ്യുന്ന മേഖലയാകട്ടെ, ബിസിനസ് ആകട്ടെ, എന്തുമാകട്ടെ, അവിടെ മറ്റാരേക്കാളും മികച്ച അറിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ ആ സ്ഥാപനത്തിന് നിങ്ങളെ ഒഴിവാക്കാൻ കഴിയില്ല. നിങ്ങളെ വേദനിപ്പിക്കാൻ ആരും ധൈര്യപ്പെടില്ല. കാരണം നിങ്ങൾ ആ കനലാണ്. നിങ്ങളെ തൊട്ടാൽ ആ സ്ഥാപനത്തിന്റെ പ്രവർത്തനം തന്നെ നിലച്ചുപോകുമെന്ന് അവർക്കറിയാം. ഇന്നത്തെ കാലത്ത് വിവരങ്ങൾ വിരൽത്തുമ്പിലുണ്ട്, പക്ഷേ അറിവ് കുറവാണ്. നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കുന്നുണ്ടോ? പുതിയ കാര്യങ്ങൾ പഠിക്കുന്നുണ്ടോ? അതോ വെറുതെ സമയം കളയുകയാണോ? ഓർക്കുക, ആയുധം കൊണ്ടുണ്ടാക്കുന്ന പേടി താൽക്കാലികമാണ്. എന്നാൽ അറിവ് കൊണ്ടുണ്ടാക്കുന്ന ബഹുമാനം ശാശ്വതമാണ്. നിങ്ങൾ ഒരു സദസ്സിൽ സംസാരിക്കുമ്പോൾ എല്ലാവരും നിശബ്ദരായി കേട്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കനലായി മാറിക്കഴിഞ്ഞു. നിങ്ങളുടെ വാക്കുകൾക്ക് പൊള്ളിക്കാനുള്ള കരുത്തുണ്ടാകും. നിങ്ങൾ ഈ അടുത്ത കാലത്ത് പഠിച്ച അല്ലെങ്കിൽ നിങ്ങളെ സ്വാധീനിച്ചൊരു പുസ്തകമോ കാര്യമോ ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് താഴെ കമന്റ് ചെയ്യൂ. മറ്റുള്ളവർക്കും അതൊരു പ്രചോദനമാകട്ടെ. ചാണക്യൻ പറയുമായിരുന്നു, വിദ്യയാണ് ഒരുവന്റെ ഏറ്റവും വലിയ സുഹൃത്ത്. ആ സുഹൃത്തിനെ കൂടെ കൂട്ടുക. അപ്പോൾ ലോകം നിങ്ങളെ ഭയത്തോടെ നോക്കും, തൊടാൻ മടിക്കും. പോയിന്റ് 4. ഭയത്തെ കീഴ്പ്പെടുത്തുന്നവൻ. 4ാമത്തെ പാഠം ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവായേക്കാം. ചാണക്യൻ പറയുന്നു, ഭയം നിങ്ങളെ തേടി വരുന്നതുവരെ മാത്രമേ നിങ്ങൾ അതിനെ ഭയക്കാവൂ. ഭയം നിങ്ങളുടെ അരികിലെത്തിയാൽ പിന്നെ അതിനെ ആക്രമിച്ച് കീഴടക്കുക. എന്താണ് ഇതിന്റെ അർത്ഥം? നമ്മളിൽ പലരും ഒരു കാര്യവും ചെയ്യാൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ പരാജയത്തെ ഭയപ്പെടുന്നു. മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന ഭയം, നാണം കെട്ടുപോകുമോ എന്ന ഭയം. ഈ ഭയമാണ് നിങ്ങളെ ഒരു പുല്ലായി നിലനിർത്തുന്നത്. കനലിന് ഭയമില്ല. അതിനു ചുറ്റും കാറ്റടിച്ചാൽ
അത് കൂടുതൽ ആളിപ്പടരുകയുള്ളൂ. സുഹൃത്തുക്കളെ, തൊടാൻ ഭയക്കുന്ന കനലാവുക എന്ന് പറയുമ്പോൾ ആദ്യം നിങ്ങളുടെ ഉള്ളിലെ ഭയത്തെ നിങ്ങൾ ചുട്ടരിക്കണം. ലോകം നിങ്ങളെ ഭയപ്പെടണമെങ്കിൽ നിങ്ങൾക്കൊന്നിനോടും ഭയമില്ല എന്ന് അവർക്ക് തോന്നണം. ചാണക്യൻ പഠിപ്പിക്കുന്നത് ഭയം ഒരു നിഴൽ പോലെയാണ്. നിങ്ങൾ അതിൽ നിന്ന് ഓടുന്തോറും അത് നിങ്ങളെ പിന്തുടരും. എന്നാൽ നിങ്ങൾ തിരിഞ്ഞു നിന്ന് ആ നിഴലിന്റെ കണ്ണുകളിലേക്ക് നോക്കിയാൽ അത് അപ്രത്യക്ഷമാകും. ഭയം എവിടെയാണ് ജനിക്കുന്നത്? അത് നിങ്ങളുടെ മനസ്സിന്റെ ഒരു മൂലയിലാണ്. നിങ്ങളെ തളർത്താൻ വരുന്ന ശത്രുവിനും ഇതേ ഭയമുണ്ട്. നിങ്ങൾ ഭയപ്പെടുന്നു എന്ന് അവൻ അറിയുമ്പോൾ അവന് ആത്മവിശ്വാസം കൂടും. എന്നാൽ എന്തു വന്നാലും നേരിടാൻ തയ്യാറായി നിൽക്കുന്ന നിങ്ങളുടെ ആ ശാന്തത കാണുമ്പോൾ ശത്രുവിന്റെ ഉള്ളിൽ ഭയം ജനിക്കും. അവൻ ചിന്തിക്കും, ഇവൻ എന്താ പേടിയില്ലാത്തത്? ഇവന്റെ കയ്യിൽ എന്തെങ്കിലും വലിയ ആയുധം കാണുമോ? നിങ്ങൾ ഒരു ഇന്റർവ്യൂവിന് പോകുന്നു എന്ന് കരുതുക. അവിടെ ഇരിക്കുന്നവർ നിങ്ങളെ ചോദ്യങ്ങൾ കൊണ്ട് ശ്വാസം മുട്ടിക്കുന്നു. നിങ്ങൾ അവിടെ പേടിച്ചു വിറച്ചാൽ അവർ നിങ്ങളെ പരാജയപ്പെടുത്തും. എന്നാൽ നിങ്ങൾ ഓരോ ചോദ്യത്തിനും വ്യക്തമായി ഭയമില്ലാതെ മറുപടി നൽകിയാൽ ആ ഇന്റർവ്യൂ ബോർഡ് നിങ്ങളെ ബഹുമാനിക്കും. അവിടെ നിങ്ങൾ ആ കനലായി മാറി. നിങ്ങളുടെ ആത്മവിശ്വാസം അവരെ പൊള്ളിച്ചു. നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ ഭയത്തെ നേരിട്ടിട്ടുണ്ടോ? ഒരു സ്റ്റേജിൽ കയറാനോ ഒരാളോട് സംസാരിക്കാനോ ഉള്ള പേടിയെ നിങ്ങൾ എന്തെങ്കിലും അതിജീവിച്ചിട്ടുണ്ടോ? എങ്കിൽ ഓർക്കുക, ആ നിമിഷം നിങ്ങൾ ഒരു കനലായി മാറുകയായിരുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ അത്തരമൊരു അനുഭവം താഴെ കമന്റ് ചെയ്യൂ. നിങ്ങളുടെ ആ അനുഭവം മറ്റൊരാൾക്ക് ഭയത്തെ ജയിക്കാൻ പ്രചോദനമായേക്കാം. ചാണക്യൻ ചന്ദ്രഗുപ്തനോട് പറയുമായിരുന്നു, ലക്ഷ്യത്തിലേക്കുള്ള വഴിയിൽ ഭയം ഒരു തടസ്സമായാൽ ആ ഭയത്തെ തന്നെ നിന്റെ ലക്ഷ്യത്തിലേക്കുള്ള ഇന്ധനമാക്കുക. നിങ്ങളെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തുന്നുണ്ടോ? നിങ്ങളെ ആരെങ്കിലും തളർത്താൻ നോക്കുന്നുണ്ടോ? അവരോട് നന്ദി പറയുക. കാരണം അവരുടെ ആ വെല്ലുവിളിയാണ് നിങ്ങളെ ജ്വലിപ്പിക്കാൻ പോകുന്നത്. ഓർക്കുക, ഇരുട്ടിനെ പേടിക്കുന്നവനല്ല ചരിത്രം സൃഷ്ടിക്കുന്നത്. ഇരുട്ടിൽ ഒരു കനലായി മാറി വഴിവെട്ടുന്നവരാണ്. നിങ്ങൾ ആ കനലാണ്. നിങ്ങളുടെ ഉള്ളിലെ ഭയം കത്തിയെരിയട്ടെ. ആ വെളിച്ചത്തിൽ ലോകം നിങ്ങളെ കാണട്ടെ. പോയിന്റ് 5. അടങ്ങാത്ത ലക്ഷ്യബോധം. അവസാനത്തെയും എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടതുമായ 5-ാമത്തെ പാഠം നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള ഏകാഗ്രത. ചാണക്യൻ പറയുന്നു, ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാൽ പിന്നെ പരാജയത്തെ ഭയക്കരുത്. ആ ജോലി പാതിവഴിയിൽ ഉപേക്ഷിക്കരുത്. ഒരു കനൽ എപ്പോഴും കനലായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? കാരണം അത് അവസാന നിമിഷം വരെ അതിന്റെ ഉള്ളിലെ ചൂട് നിലനിർത്താൻ ശ്രമിക്കുന്നു. അതുപോലെയാണ് നിങ്ങളുടെ ലക്ഷ്യവും. തൊടാൻ ഭയക്കുന്ന കനലാവുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലക്ഷ്യത്തിനു വേണ്ടി നിങ്ങൾ നടത്തുന്ന പോരാട്ടം കണ്ട് ലോകം അമ്പരന്ന് നിൽക്കണം എന്നാണ് അർത്ഥം. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. കാറ്റടിച്ചാൽ അണഞ്ഞു പോകുന്ന മെഴുകുതിരി വെട്ടമാകണോ നിങ്ങൾക്ക്? അതോ കാറ്റടിക്കുന്തോറും ആളിപ്പടരുന്ന കാട്ടുതീയാകണോ? പലരും തുടക്കത്തിൽ വലിയ ആവേശത്തോടെ കാര്യങ്ങൾ തുടങ്ങും. പക്ഷേ കുറച്ചു ദൂരം കഴിയുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ അവർ പുകഞ്ഞു കെട്ടുപോകും. അവിടെ നിങ്ങൾ ഒരു സാധാരണ മനുഷ്യനായി മാറുന്നു. ആർക്കും നിങ്ങളെ അവഗണിക്കാം. എന്നാൽ പരാജയങ്ങൾ എത്ര വന്നാലും, പരിഹാസങ്ങൾ എത്ര കേട്ടാലും, നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് ഒരിഞ്ച് പോലും മാറുന്നില്ലെങ്കിൽ അവിടെ നിങ്ങൾ ഒരു കനലാവുകയാണ്. ആ ഉറച്ച തീരുമാനം കണ്ടാൽ ശത്രുക്കൾ പോലും പേടിച്ചു പിന്മാറും. അവർ ചിന്തിക്കും, ഇവനെ തോൽപ്പിക്കാൻ കഴിയില്ല, കാരണം ഇവൻ വീഴുന്തോറും കൂടുതൽ കരുത്തോടെ എഴുന്നേൽക്കുകയാണ്. ചാണക്യൻ ഒരിക്കൽ പറഞ്ഞു, സിംഹത്തിൽ നിന്ന് ഒരു കാര്യം പഠിക്കാനുണ്ട്. അത് എന്ത് ജോലി ചെയ്യുമ്പോഴും പൂർണ്ണ മനസ്സോടെയും സർവ്വശക്തിയോടെയും ചെയ്യും. നിങ്ങൾ ഒരു ലക്ഷ്യം തിരഞ്ഞെടുത്താൽ ലോകം മുഴുവൻ അതിനെതിരെ നിന്നാലും നിങ്ങൾ അതിൽ ഉറച്ചു നിൽക്കുക. ആ ഏകാഗ്രതയാണ് നിങ്ങളുടെ ചുറ്റും ഒരു സുരക്ഷാ കവചം തീർക്കുന്നത്. ആ കവചമാണ് നിങ്ങളെ തൊടാൻ ഭയക്കുന്ന കനലാക്കി മാറ്റുന്നത്. സുഹൃത്തുക്കളെ, ഇന്ന് നിങ്ങൾ ഒരു തീരുമാനമെടുക്കണം. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എത്രത്തോളം കത്താൻ തയ്യാറാണ്? നിങ്ങളുടെ ലക്ഷ്യത്തിനു വേണ്ടി ഉറക്കമില്ലാത്ത രാത്രികൾ ചെലവഴിക്കാൻ നിങ്ങൾ തയ്യാറാണോ? എല്ലാവരും നിങ്ങളെ തള്ളിപ്പറയുമ്പോൾ ഒറ്റയ്ക്ക് നടക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ ആ കനലായി മാറിക്കഴിഞ്ഞു. പലരും ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് സാർ എപ്പോഴും മോട്ടിവേറ്റഡ് ആയി ഇരിക്കുന്നത്? ചാണക്യന്റെ മറുപടി ലളിതമാണ്. നിങ്ങളുടെ ഉള്ളിൽ ഒരു ലക്ഷ്യത്തിന്റെ തീയുണ്ടെങ്കിൽ പുറത്തുനിന്നുള്ള ഒരു മോട്ടിവേഷനും നിങ്ങൾക്ക് ആവശ്യമില്ല. നിങ്ങളുടെ ദാരിദ്ര്യം, നിങ്ങളുടെ അപമാനം, നിങ്ങളെ തഴഞ്ഞവരുടെ മുഖങ്ങൾ, ഇതൊക്കെയാണ് ആ കനലിന് വേണ്ട ഇന്ധനം. ആ ഇന്ധനം ഉപയോഗിച്ച് നിങ്ങൾ കത്തിയെരിയുക. ജ്വലിക്കുന്ന കനലായി മാറുക. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത ഈ 5 കാര്യങ്ങൾ വെറുമൊരു വാക്കുകളല്ല. ഇത് നിങ്ങളുടെ ജീവിതം മാറ്റാനുള്ള മന്ത്രങ്ങളാണ്. ലോകം നിങ്ങളെ ചവിട്ടിമെതിക്കാൻ നോക്കുമ്പോൾ, നിങ്ങളുടെ വിനയത്തെ അവർ പരിഹസിക്കുമ്പോൾ തളർന്നു പോകരുത്. പകരം നിങ്ങളുടെ ഉള്ളിലെ ആ കനലിനെ ജ്വലിപ്പിക്കുക. ഓർക്കുക, ഈ ലോകത്ത് ആരും നിങ്ങളെ സഹായിക്കാൻ വരില്ല. നിങ്ങളുടെ യുദ്ധം നിങ്ങൾ തന്നെ ജയിക്കണം. നിങ്ങളൊരു പുല്ലായി തുടർന്നാൽ ലോകം നിങ്ങളെ ചവിട്ടി നടക്കും. എന്നാൽ നിങ്ങളൊരു കനലായി മാറിയാൽ ഇതേ ലോകം നിങ്ങളെ ബഹുമാനത്തോടെ നോക്കി നിൽക്കും. തൊടാൻ വരുന്നവൻ ഒന്ന് ഭയപ്പെടണം. നിങ്ങളെ എതിർക്കാൻ വരുന്നവൻ ഒന്ന് പതറണം. ആ രീതിയിൽ നിങ്ങളുടെ വ്യക്തിത്വത്തെ വാർത്തെടുക്കുക. ആചാര്യ ചാണക്യൻ പഠിപ്പിച്ചതുപോലെ ബുദ്ധിയും ധൈര്യവും ആയുധമാക്കി മാറ്റുന്നവന് മുന്നിൽ കാലം പോലും വഴിമാറും. ഇന്നു മുതൽ, ഈ നിമിഷം മുതൽ നിങ്ങളിലെ ആ കനൽ പുകയാൻ തുടങ്ങട്ടെ. അത് നാളെ ഒരു വലിയ അഗ്നിയായി പടരട്ടെ.
ഇത്രയും സമയം നിങ്ങൾ എന്നോടൊപ്പം ചിലവഴിച്ചുവെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ മാറ്റത്തിന്റെ ആ തീ കത്തുന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. ഇത്തരം കരുത്തുറ്റ ചാണക്യതന്ത്രങ്ങളും ജീവിത വിജയത്തിനുള്ള വഴികളും ഇനിയും നിങ്ങളിലേക്കെത്താൻ നമ്മുടെ ചാണക്യ മലയാളം ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ അല്ലെങ്കിൽ ഈ വീഡിയോയിലെ ഏത് പോയിന്റാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് എന്ന് താഴെ കമന്റ് ചെയ്യുക. നിങ്ങളുടെ ഓരോ കമന്റും എനിക്ക് അടുത്ത വീഡിയോ ചെയ്യാനുള്ള വലിയൊരു ഊർജ്ജമാണ്. ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. കാരണം അവരിലും ഒരു കനൽ ഒളിഞ്ഞിരിപ്പുണ്ടാകാം. അടുത്ത ഒരു വീഡിയോയിൽ ഇതിലും ശക്തമായ മറ്റൊരു ചാണക്യതന്ത്രവുമായി ഞാൻ വീണ്ടും വരും. അതുവരെ ഒരു കനലായി ജ്വലിക്കുക.